നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വിഷയം തെരഞ്ഞെടുപ്പിൻ്റെ കഥയാണ്. തെരഞ്ഞെടുപ്പ് ഓർക്കുമ്പോൾ നമ്മൾ പഴയകാല ബാലറ്റ് പേപ്പറാണ് ഓർമ്മ വരുന്നത്. ആ ബാലറ്റ് പേപ്പർ മാറി ഇന്ന് വോട്ടിംഗ് യന്ത്രം പ്രയോഗത്തിൽ വന്നു. തട്ടിപ്പുകൾ ഒഴിവാക്കി തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും കുറ്റമറ്റതുമാക്കുവാൻ ലോകമെങ്ങും പരീക്ഷണങ്ങൾ നടന്നുവരുന്നു. ഇലക്ട്രോണിക് യന്ത്രങ്ങളുടെ വരവാണ് തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളിൽ വൻ വഴിത്തിരിവായത്. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തിന്മേൽ റബ്ബർ സീൽ കൊണ്ടോ തള്ളവിരലിൽ മഷി പുരട്ടി അമർത്തിയോ മുദ്ര കൊണ്ടോ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന പരമ്പരാഗത രീതിക്ക് അതിവേഗം മാറ്റം വന്നു. ഇലക്ട്രോണിക് യന്ത്രത്തിൻ്റെ കീബോർഡിൽ കാണിച്ചിട്ടുള്ള ചിഹ്നങ്ങളിൽ വിരലുകൊണ്ട് ഒന്ന് അമർത്തുകയേ വേണ്ടൂ. ആ നിമിഷം വോട്ട് രേഖപ്പെടുത്തി കഴിയും. ഒരു ബൂത്തിലോ പല ബൂത്തിലോ ആകെ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു, ഇനി എത്ര രേഖപ്പെടുത്താനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞൊടിയിടയിൽ അറിയാൻ വോട്ടിംഗ് യന്ത്രം സഹായിക്കും. അതുപോലെ പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഓരോ മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണിത്തീരാൻ 2 ദിവസം വരെ എടുത്തിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി. ലക്ഷക്കണക്കിനുള്ള വോട്ടുകൾ എണ്ണാനും അത് തിട്ടപ്പെടുത്തുവാനും പരിശോധനകൾ നടത്തി അന്തിമഫലം പ്രഖ്യാപിക്കുവാനും മണിക്കൂറുകൾ മാത്രം മതി. ഇന്ത്യയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് കേരളത്തിലാണ്. അത് 1982 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ പറവൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് സാധുവല്ലെന്ന് 1984 മാർച്ചിൽ സുപ്രീം കോടതി വിധിച്ചു. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ബാലറ്റിലൂടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മാത്രമേ നിയമാൻ സാധ്യതയുള്ളൂ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിഗമനം. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താമെന്ന ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തത് 1989 1998 മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്ര തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലും 16 നിയമസഭാ മണ്ഡലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തി. ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏകദേശം 30,000-ലധികം വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഉപയോഗം വോട്ടിങ്ങിലെ ക്രമക്കേടുകൾ ഒഴിവാക്കുവാൻ വലിയൊരു അളവ് വരെ സഹായിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം വോട്ടർമാരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോ പതിച്ച വോട്ടർ പട്ടിക ഇതുകൂടി നിർബന്ധമാക്കിയപ്പോൾ വോട്ടെടുപ്പിലെ കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ ഇടയായി. വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ചത് 1869 ഇംഗ്ലണ്ടിലാണ്. എന്നാൽ ഇത്തരം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ആദ്യ വോട്ടെടുപ്പ് നടക്കാൻ 23 വർഷം കൂടി വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. അതായത് 1892 ന്യൂയോർക്കിനടുത്ത് റോച്ചെസ്റ്ററിൽ 1896 നടന്ന തിരഞ്ഞെടുപ്പിലാണ് അമേരിക്കയിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗത്തിൽ വന്നത്. അന്ന് അവിടെ 65 യന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോൾ മിക്ക രാജ്യങ്ങളിലും ബാലറ്റ് പേപ്പറുകളുടെ സ്ഥാനം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം കൈയടക്കി കഴിഞ്ഞു. ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബാലറ്റ് പേപ്പറുകൾ പുറത്തായി വോട്ടിംഗ് യന്ത്രം വന്ന ആ ചരിത്രം എന്നാണ് വോട്ടിംഗ് യന്ത്രം കണ്ടുപിടിച്ചത്, അത് പ്രയോഗത്തിൽ വന്നതെന്നാണ്, കേരളത്തിൽ എന്ന് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ള വിവരങ്ങളെപ്പറ്റി ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.